അല്ലടി, എന്നിട്ട് നിന്റെ പപ്പ ഒന്നും പറഞ്ഞില്ലേ? എന്താന്നറിയില്ല, ഇനി കാലിന്റെ വേദന മാറിയിട്ട് തരാനാണോ എന്ന് ഒരു ഡൗട്ട്. ഈ ജിമിനേട്ടനെ കണ്ടിട്ട് അത്ര കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നില്ല. എനിക്കും അതാ തോന്നുന്നേ. ആണോ? അതിന് മുന്നേ എനിക്ക് കുറച്ച് പ്ലാൻ ഉണ്ട്. നല്ലവരായ ഉണ്ണിയാണോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. എന്താ നിന്റെ കുറച്ച് ബുദ്ധിൽ തോന്നുന്നേ? അതൊക്കെ ഉണ്ട്. ആദ്യം എന്റെ കാലൊന്ന് ശരിയാവട്ടെ. ഞങ്ങൾ കൂടെ തന്നെ കാണും. ഇന്ന് പോണോ വേണ്ടേ? ഇതാരാ? അന്നോൺ നമ്പർ ആണല്ലോ. ഹലോ ഡാലിയ. ഇതാരാ? മനസ്സിലായില്ലല്ലോ. ഞാനടി. ഏത് ഞാൻ? പേരില്ലേ ഞാൻ? നിന്റെ സാർ. എനിക്ക് കൊറേ സാറുണ്ടല്ലോ, അതിൽ ഈ സാറേതാ? ഞാൻ ഹോബിയാടി. ഓ, അണ്ണൻ കുഞ്ഞായിരുന്നോ? എന്താ വിളിച്ചേ? ടിടി മാക്രി കുഞ്ഞ്. ആ, നിന്റെ കാലെങ്ങനെയുണ്ട്? പിന്നെണ്ട്. അല്ല, അതവിടെ നിൽക്കട്ടെ. എന്റെ നമ്പർ എവിടെ കിട്ടി? അത് തെവിനോട് ചോദിച്ചു വാങ്ങി. നീ ഇന്ന് വരുമോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി വിളിച്ചാ. ഇല്ല, ഇന്ന് വരുന്നില്ല. ബട്ട് എനിക്ക് ഡാൻസ് കളിക്കാതിരുന്നിട്ട് എന്തോ പറ്റണില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വാ. എന്റെ വീട് അറിയില്ലേ? ഞാൻ നിനക്ക് കാലിന് കുഴപ്പമില്ലാത്ത രീതിയിൽ പറഞ്ഞുതരാം. ഞാൻ നോക്കട്ടെ. പിക്ക് ചെയ്യാൻ വരണോ? അയ്യോ, അത് തീരെ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ആ, എന്നാ ഓക്കെ, വന്നിട്ട് കാണാം. ഹായ്. എന്നാടാ അവനെ കൂട്ടാൻ പോവണ്ടേ? ആദ്യം അവളോട് സംസാരിക്കാം. അവൾ വരുമായിരിക്കും. ഹോബിക്ക് ഡാൻസ് അറിയാവുന്ന സ്ഥിതിക്ക് വന്നാ പിന്നെ അവൾക്ക് പാസ്റ്റ് ഫീലിങ്സ് വന്ന് സെറ്റ് ആവാതെ നോക്കണം. കറക്റ്റ്. നീ പ്രാക്ടീസ് കഴിഞ്ഞപ്പോ ഞാൻ ജിമ്മിൽ പോയി അവൾക്ക് ഗിഫ്റ്റ് വാങ്ങാം. ശരിയടാ, ഞാനിന്ന് ലേറ്റ് ആവും, നിങ്ങൾ പൊക്കോ. ഹോബി പോസ്റ്റ്. അവള് വന്നു തോന്നുന്നു. ഇവിടെ വേറെ ആരും ഇല്ലേ? ഇല്ലടി, അവരൊക്കെ കോളേജിൽ പോയി. ഇന്ന് ക്ലബില്ലാത്തോണ്ട് ഞാൻ പോയില്ല. ഇല്ലാത്തയാണോ അതോ വെക്കാത്തയാണോ? നീ വായിരിക്കി, ആദ്യം വല്ലതും കുടിക്കി, എന്നിട്ട് തുടങ്ങാം. ഓക്കെ, വിശ്വസിച്ച് കുടിക്കാലോ അല്ലേ? എന്നാ നീ കുടിക്കണ്ട, വാ കളിക്ക. എന്ത് മനുഷ്യനാടോ ഞാൻ ഇത്ര ദൂരം വയ്യാത്ത കാലം വെച്ച് നടന്നു വന്നിട്ട് വെള്ളം പോലും തരുന്നില്ലേ? ഇപ്പൊ അങ്ങനെയായോ? ഈ പെണ്ണ് കുടിക്കി. കുടിക്കട്ടെ, ഒന്നും കലക്കിട്ടൊന്നും ഇല്ലാലോ. എന്നാ നീ കുടിക്കണ്ട. ഞാൻ കുടിച്ചോളാം. അപ്പൊ തുടങ്ങാം. ഓക്കേ. എനിക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇല്ല, ഇന്നലത്തെ പോലെ വീഴും. ആദ്യം കാണിച്ചതാ. Dalia, look at my eyes. I'm focused. ഇത്ര അടുത്ത് നിൽക്കല്ലേ? ഡാൻസ് അല്ലേ, നീ ഇങ്ങോട്ട് നോക്ക്. സാർ, എന്റെ കണ്ണ്. ഡാലിയ, ഞാനൊരു കാര്യം പറയട്ടെ? അത് കഴിഞ്ഞ് എന്നെ ഒഴിവാക്കരുത്. ഇല്ല, പറ. Will you be my girlfriend? അത് സാർ ഡാൻസ് പഠിപ്പിക്കേ. എനിക്ക് ആൻസർ പറ, യെസ് ഓർ നോ. അത് ഇത്ര പെട്ടെന്ന് ചോദിച്ചാ Then continue the dance. എനിക്കെന്തോ മൂഡ് പോയി, ഞാൻ പോവാണ്. ഹേ ഡാലിയ, പറയണ്ടായിരുന്നു, നല്ല ഫീൽ നിന്നതായിരുന്നു. ചേട്ടാ, ഒന്ന് പെട്ടെന്ന് വീട്ടിലോട്ട് വാ. എന്താടി, എന്താ പറ്റിയേ? അറിയില്ല, അമ്മക്ക് വയ്യ. പെട്ടെന്ന് വീട്ടിലോട്ട് വാ. ഞാനിപ്പോ വരാം. നീ ആര് വെച്ച് പണി കൊടുക്കും? ഡാലി ഉണ്ടായിരുന്ന ഒരു ബെസ്റ്റ് ഐഡിയ പറഞ്ഞു തന്നേനെ. നമുക്ക് നിന്റെ കസിനെ പുറത്തിറക്കിയാലോ? അതൊരു നല്ല ഐഡിയ ആണ്. അവളാണ് നന്നായിട്ട് ആക്ട് ചെയ്യും. നീ ഇങ്ങോട്ട് വരാൻ പറ. ജിയാണാണ് പോയിട്ട് എന്തായോ എന്തോ. ഡാലിയാണെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. വിളിക്കാം, അവൾ എന്തുണ്ടായാലും വരേണ്ടതാണല്ലോ. നല്ല മുറിവുണ്ടടി, ഞാൻ കണ്ടതാ. എന്നിട്ടാ അവർ അവളെ ഇറക്കി വിട്ടത്. ഇങ്ങനെയുണ്ടോ ഫാമിലി? ഇനി എവിടെ പോവാനാ? എനിക്ക് ബോറടിക്കുന്നു. അവളന്മാർ എവിടെയാണോ എന്തോ. ഐഡിയ, ബാറിൽ പോയാലോ? ഈ വിഷമൊന്നും കടിച്ചു തീർക്കാം. എന്താ പറ്റിയത്?
BP ലോ ഏതാ? വേറെ കുഴപ്പമൊന്നുമില്ല. ആന്റിയെ കണ്ടിട്ട് ഹെൽത്ത് ഒക്കെ അല്ലാത്ത പോലാണല്ലോ തോന്നുന്നേ. ആഹാ, അത് ഇടയ്ക്കിടയ്ക്ക് വയ്യാതാവലുണ്ട്. അതുകൊണ്ട് വീട്ടിൽ ചെറിയ പ്രപ്പോസലൊക്കെ നോക്കുന്നുണ്ട്. ഓ, അവസാനമായിട്ടുള്ള ആഗ്രഹം പോലെ. എനിക്കിപ്പോ അതിലൊന്നും താല്പര്യമില്ല. കോളേജ് കഴിയട്ടെ പറഞ്ഞ കേൾക്കൊന്നുമില്ല. നീ വാശി പിടിച്ച് നോക്ക്, നടക്കുമായിരിക്കും. നോക്കാം, ചിത്തം പോണില്ലേ? ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് തിരിച്ച് ഞാൻ കൊണ്ടാക്കാം. ഹലോ, ആരാ? എടി ഞാനാ. എന്താ? എന്താ നിന്റെ സൗണ്ട് എന്നാ വല്ലാതിരിക്കുന്നേ? നീ അടിച്ചോ? ഉണ്ടെങ്കിൽ എന്താ? നീ എവിടെയാണ് ഇത്? വെച്ചിട്ട് പോ. ആ, പോലും സമാധാനം തരില്ലേ? ഇവള് മാറിലൊക്കെ ഒറ്റയ്ക്ക് പോകുമോ? അടുക്കുന്ന എന്തോ ജന്തുവാണോ എന്തോ. നിനക്ക് ഞാൻ ദാ വരുന്നു. വേണ്ട, വരണമെന്നില്ല. എത്ര കുപ്പി നീ അടിച്ചോ? ഇത്രയൊക്കെ എങ്ങോട്ടാ പോകുന്നേ? എന്ത്? എങ്ങനെ ഫിറ്റാവാമ പെണ്ണെ? എങ്ങോട്ട് എന്നെ കൊണ്ടുപോകണം? വീട്ടിലോട്ട്. അണ്ണൻ കുഞ്ഞെ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോണേ? അവന്മാർ ലേറ്റ് ആവുന്നല്ലേ? അവിടെ കൊണ്ടുപോയിട്ട് ബോധം വരുത്തേണ്ടി വിടാം. നീ ഇവിടെ അടങ്ങിയിരിക്കേ. I hope I love you. എന്താ എന്തൊക്കെ പറഞ്ഞേ? എടി എടി കൊള്ളാം, ബോധം പോയാ? കാണുന്ന പോലെയല്ല, നീ വെയിറ്റ് ആണല്ലോ. ഇവിടെ ഇരിക്കേ. പറ, എന്താടി? Do you really love me? Yes I do. Then kiss me. എന്ത്? I said kiss me. ഇവിടെ ഫിറ്റായ ഇങ്ങനെയൊക്കെ ആവുമോ? അല്ലാത്തപ്പോ എന്ത് ജാടയാ? ആരോ ബെല്ലടിക്കുന്നു, ഞാൻ പോയി നോക്കിട്ട് വരാം. അയ്യോ, ഇവിടെ അടങ്ങി കിടക്ക, അവന്മാരായിരിക്കും. നിങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നോ? ഞങ്ങള് ലേറ്റാണല്ലോ. എന്നിട്ട് പെട്ടെന്നോ? എന്താണ് ഒരു വെപ്രാളം? വെള്ളം കുടിക്കാനുള്ള പ്ലാനായിരുന്നു. നിങ്ങളില്ലാതെ ഞാൻ വെള്ളം അടിക്കോ? എന്താണ് നിന്നെ വിസ്കിയിലും വേണം? അത് സ്പ്രേ. എന്നോ കളത്തിലുണ്ടല്ലോ. ജന്മനാ ഉള്ളതല്ലേടാ. നല്ല ക്ഷീണം, ഉറങ്ങട്ടെ. എല്ലാരും വേഗം പോയി ഉറങ്ങിക്കോ. ഇനി എന്ത് ചെയ്യും? രാവിലെ പറ്റൂ. പോപ്പേട്ടാ, ഒരു ഉമ്മ. ഇവളെന്റെ കൺട്രോള് കളയും. കിടക്കുന്ന വീട്ടില്ലേ? പോപ്പേട്ടാ, പറഞ്ഞ പോലെ ഇവ സാറ് നല്ലല്ലോ വിളിക്കുന്നേ. ഞാൻ ഒച്ച വയ്ക്കും. ഒരു ഉമ്മല്ലേട്ടാ. ഈ ദൈവം രാവിലെ ഓർത്ത എന്റെ കാര്യം പോക്കാം. മിണ്ടാതെ കിടക്ക്, ഇത് ചെയ്തേ പറ്റൂ. എന്റെ ചുണ്ട് ഈ മോക്കത്തിന് ഞാനെവിടെ കിടക്കും? ഇന്ന് കോളേജിൽ പോണോ? ഇതെവിടെയാ? സ്വപ്നാണോ? എന്നീട്ട കുരിപ്പ്. സാറെന്തെവിടെ? ഞാനെന്തെവിടെ? എന്നെ തട്ടിക്കൊണ്ടുവന്നെയാണോ? പിന്നെ വെറുതെ ഇരിക്കുന്ന എനിക്ക് അതല്ലേ പണി. നിനക്ക് ഓർമ്മയില്ലല്ലോ? ഞാൻ എങ്ങനെ ഇവിടെ വന്നേ? നീ ഒന്ന് പതുക്കെ പറ, അവരുണ്ട്. ഇത് സാറിന്റെ റൂമാണോ? നീ തന്നെ അടിച്ച് വിറ്റായിട്ട് കൊണ്ടുവിടാൻ പറഞ്ഞ്. എന്നിട്ട് സാറെന്നെ വല്ലതും ചെയ്തോ? ആടി ചെയ്തു, അതുകൊണ്ട് എന്റെ കൊണ്ട് പൊട്ടിയെ. ഞാനോ? ബോധം പോയാൽ തന്നെ കൂടുതലാണല്ലേ? ഞാൻ പോട്ട് മാറാം. എങ്ങോട്ട് പോവാ? അവരവിടെ ഉണ്ട്. എപ്പോഴാ പോകുന്നേ? അത്രയും നേരം ഞാൻ നിൽക്കണോ? ഇനി ഹോബി ദൂരന്ന് തുറന്നേ, രണ്ടിനും കൈയോടെ പൊക്കി. തീർന്നു. ഇനി എന്തിനാ വിളിച്ച്? ഞാൻ തുറക്കുക. എന്തായിരുന്നു രണ്ടും കൂടി പരിപാടി? നിങ്ങൾ സെറ്റായോ? എടാ, ഞാനായിട്ട് കൊണ്ടുവന്നതല്ല. അല്ലാഞ്ഞിട്ടാണോ നിന്റെ ചുണ്ടിലും കണ്ടിരിക്കുന്നേ? അത് ഞാൻ വീണേ. കാര്യം പറ മോനെ. നീക്കത് തന്നെ വേണം. ഇവൻ വേറെ വല്ല നിന്നെ ചെയ്തോ? എനിക്ക് ഓർമ്മയില്ല, എന്റെ ഡ്രസ്സൊന്നും മാറിയിട്ടില്ലായിരുന്നു. ഞാൻ അത്ര കാരണമൊന്നുമില്ല. നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ നിന്റെ അനുവാദമില്ലാതെ ഞാനൊന്നും ചെയ്യില്ല. ഇത്രയ്ക്ക് പച്ചയ്ക്ക് നീ പ്രപ്പോസ് ചെയ്തോടാ? ഇനി എന്തോന്ന് ചെയ്യും? അവൾക്കൊന്നും അറിയാം. ഇന്നലെ ബോധമില്ലാത്തപ്പോഴാവും നീ പറഞ്ഞ്. ബോധമുള്ളപ്പോ തന്നെയാ. എന്താ നിന്റെ തീരുമാനം? ഞാൻ ആലോചിച്ചിട്ട്. എന്നിട്ട് ഇതല്ലല്ലോ ഇന്നലെ പറഞ്ഞേ. പിന്നെന്താ? ഒന്നുമില്ല. നീ വന്ന സ്ഥിതിക്കൊരു കാര്യം പറയാം. എന്താ ചേട്ടന്മാരെ? ഇനി നീ ഞങ്ങളുടെ പെങ്ങളായിട്ട് ഇവിടെ നിന്നാൽ മതി. ഞങ്ങൾ നിന്നെ ദത്തെടുത്തു. ശരിക്കും?
അതെടി ഹോബിക്ക് മാത്രം നീ പെണ്ണ്, ഞങ്ങൾക്ക് പെണ്ണാണ്. എനിക്ക് ഒരുപാട് സന്തോഷമായി. നിങ്ങളുടെ പെങ്ങളാവുന്നതിൽ ഞാൻ ഹാപ്പിയാണ്.